ഇപ്പൊ എൻ്റെ വീഡിയോ ഏതാ കണ്ടത് അതിനകത്ത് കമന്റ് ചെയ്തിരുന്നു. അപ്പൊ അതിനകത്തുനിന്നൊന്നും കണ്ടന്റ് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ എന്നോട് സംസാരിക്കാൻ തോന്നിയത്? എന്താണ് കോണ്ടാക്ട് ചെയ്യാനൊരു കാരണം? അത് ഏതാണ് വീഡിയോ? സൈക്കാട്രി എന്ന് പറയുന്നത് MBBS കഴിഞ്ഞ് ചെയ്യേണ്ടതാണ്. അതല്ലാതെ ചെയ്താൽ അതിന് യാതൊരു റെക്കഗ്നീഷനും ഇല്ല. ഓക്കെ, സൈക്കോളജി എന്ന് പറയുന്നത് പലതിൽ നിന്നും ചെയ്യാം. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് BEd MEd കഴിഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്. അതിൽ PhD ചെയ്ത് കഴിഞ്ഞാലും സൈക്കോളജി പിന്നെ പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അത് ക്ലിനിക്കൽ സൈക്കോളജി ചെയ്താലേ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അതല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ആരെങ്കിലും കൗൺസിലിംഗ് ഒക്കെ വരുമ്പോൾ ചെയ്യാം. മെഡിസിൻ കൊടുക്കാനും ട്രീറ്റ് ചെയ്യാനൊന്നും വരില്ല, ആരും വരൂല്ല. കാരണം അതൊരു കൃത്യമായിട്ടുള്ള ഇന്ത്യയിൽ പലപ്പോഴും സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാനുള്ള ജനറൽ പ്രാക്ടീസ് അല്ല. അതിപ്പോ പലയിടത്തും ഇങ്ങനെ പോകുന്നുണ്ടെന്നല്ലാതെ അതൊന്നും ഹാഫ് ക്വാളിഫൈഡ് ആണ്. അതൊക്കെ മിസ്ഗൈഡിങ് ആണ് പരിപാടി. സാധാരണഗതിയിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുകയാണ് നല്ലത്. അതിന് ക്ലിനിക്കൽ സൈക്കോളജി ഗ്രാജുവേഷൻ ചോദിക്കും. ഇതൊരു നല്ല ഒരു പ്രൊഫഷൻ ഒന്നും അല്ല. കാരണം എന്താ വെച്ചാൽ പലരും നമ്മുടെ അടുത്ത് അങ്ങനെ അന്വേഷിച്ച് ചോദിച്ച് വരുമൊന്നുമില്ല. അധികം ഇന്ത്യയിലെ ഒരു കണ്ടീഷനിൽ ഒരു റെഫറൻസിൽ കിട്ടണമെങ്കിൽ അതിനുള്ള ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കാനുള്ള കുറെ മാർക്കറ്റിംഗ് സെൽഫ് ആവശ്യമാണ്. ഇത് വളരെ ഒരു ഏണിംഗ് നാളെ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകുന്നതൊക്കെ സംശയമായിരിക്കും. അങ്ങനെ പലരും സക്സസ്ഫുൾ ആയിട്ടില്ല. അതെ, NIMH ഉണ്ട് ഇവിടെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത്. ഹൈദരാബാദിലെ NIMHന്റെ തൊട്ടടുത്താണ് എൻ്റെ കോമ്പൗണ്ട് വാൾ. അപ്പൊ NIMHൽ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ അതിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന പേരിൽ ചെയ്യാം. ഇപ്പൊ BEd കഴിഞ്ഞിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ചൊരു മെന്റൽ ഹെൽത്തിലേക്കൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും.